നിന്നെ പഠിപ്പിച്ച മാതാപിതാക്കന്മാർ ബാങ്കിൽ ലോൺ എടുത്ത് കിഡ്നി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ബാങ്കുകാരുടെ കയ്യിൽ നിന്ന് മാതാക്കന്മാരുടെ കിഡ്നി വീണ്ടെടുക്കാനുള്ള സമയമാണിത്. അല്ല ഇതെങ്കിൽ സൊല്ലി നടക്കാൻ ശാശി പറയാനുള്ള സമയമല്ല. അതാണ് ബോധം കുറിച്ചത്. അത് ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം ഇതൊക്കെ കട്ടൻ്റെയോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങളൊക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയുടെ വചനങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. എന്താ ബൈബിൾ പറയണത്? സമയത്തിന് മുമ്പേ പ്രണയത്തെ തട്ടി ഉണർത്തരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉത്തമഗീതം ശ്രദ്ധിക്കട്ടെ. ഉത്തമഗീതം 8:4. ഉത്തമഗീതം 8:4. ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു, ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പേ നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. ഇളക്കി വിടരുതേ, പണി കിട്ടുമെന്നർത്ഥം. സമയമാകും മുമ്പ് ഇങ്ങനെയുള്ള കച്ചവടത്തിന് പോകരുത്, പണി കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതിനൊക്കെ ഒരു കാലമുണ്ട്. നിങ്ങൾ വിവാഹം കഴിച്ചാലും ഇപ്പം വിവാഹം കഴിച്ചാലും സ്നേഹിക്കണവരാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റിയ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ സ്വന്തം കാലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ അതിക്ക് മുമ്പ് മാതാപിതാക്കന്മാരും എടുത്ത് എത്തിയിട്ടില്ല, സ്വന്തം ആങ്ങളമാരും എത്തിയിട്ടില്ല, അപ്പന്മാരും എത്തിയിട്ടില്ല, കുടുംബത്തിലിങ്ങനെ അധോഗതി കിടക്കുകയാണ്, കുടുംബത്തിലെ കടവും മാറിയിട്ടില്ല. അപ്പം ഇങ്ങനെ കലാപരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് ദൈവഹിതമല്ല. അതാണ് പ്രശ്നം. ദൈവഹിതം ഒരു പ്രശ്നമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം. കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മേലൊരു മുഖം വെക്കുക അല്ല ദൈവം ചെയ്യണത്. നമ്മളുടെ നന്മകളെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പോൾ അതായത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരില്ലേ? ഇപ്പോൾ 7:21 എടുത്തേ. 7:21 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട്. മത്തായി 7:21 എന്താ പറയണത്? കർത്താവേ 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 എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ ഇഷ്ടം എവിടുന്നാ വരണത്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരണത്. അപ്പം വചനത്തിൽ ഈ വിഷയത്തെക്കുറിച്ചെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് ദൈവേഷ്ടം എന്ന് വായിക്കണത്. നമ്മൾ എന്തിനാണ് ബൈബിൾ വായിക്കണത്? നമ്മൾ എന്തിനാണ് ബൈബിൾ പ്രാർത്ഥിക്കണത്? നമ്മൾ എന്തിനാണ് ബൈബിൾ പ്രസംഗം കേൾക്കണത്? അതിൽ ദൈവേഷ്ടമുണ്ട്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ. ഇപ്പോൾ ചില ആൾക്ക് പറയും ഞാൻ 3 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു. ചില പറയും ഞാൻ 3 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ എഴുതി. നീ എഴുതിക്കോ, ഒരു പ്രശ്നവുമില്ല. കൈക്ക് നല്ല മസിലുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ബൈബിൾ എഴുതിക്കോ. പക്ഷെ അതൊന്നും അല്ലല്ല പ്രശ്നം. ബൈബിൾ നീ 10 എഴുതിയാലും ആ ദൈവവചനം നിങ്ങൾ ദൈവവചനം വായിക്കുന്നു, അതിലെന്താണ്? നിത്യജീവനുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. യോഹന്നാൻ 5:39. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം പഠിക്കുന്നതും ദൈവവചനം എഴുതുന്നതും ദൈവവചനം വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവനാണ്. നിത്യജീവനെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന എന്തുമാത്രം പ്രസ്സുകാരുണ്ടാവും ഇല്ലേ? അവർക്ക് യാതൊരു കാഴ്ചപ്പാടുണ്ടാകത്തില്ല നിത്യജീവനെക്കുറിച്ച്. അവരൊരു ബിസിനസ് പോലെ ചെയ്യണതാണ്. ബൈബിൾ പ്രിൻ്റ് ചെയ്ത് വിലക്ക് വിൽക്കുന്ന പ്രസ്സുകാരൊക്കെ ഉണ്ട്. അതല്ല പ്രശ്നം. ദൈവവചനം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താ അന്വേഷിക്കുന്നതെന്നാണ് പറഞ്ഞത്? അതിൽ നിത്യജീവനുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങയുടെ വചനത്തിൽ നിന്ന് നിത്യജീവൻ കണ്ടെത്തുവാൻ വചനം വായിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മുടെ ബേസിക്സ് എന്താ? ബേസിക്സ് എന്ന് പറയണത് ആധാരം, അടിസ്ഥാനം എന്താണ്? അതായത് വെളിപാട് കിട്ടണമെങ്കിൽ ഉടമ്പടി വെളിപാടിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ സാധ്യതയുള്ള മഹാ ആധ്യാത്മികമായ പദ്ധതിയാണ്. പക്ഷെ അതിലൊക്കെ ചെല്ലണമെങ്കിൽ സിമ്പിളാണ്. എന്താ കാര്യം? അത് 14:21 എന്താ നമ്മൾ 14:21 വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ, ശ്രുതികട. ഹല്ലേലൂയ. യോഹന്നാൻ 14:21 എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. അതിന് ആർക്ക് വേണമെങ്കിലും ദൈവം വെളിപ്പെടുത്താം. അതിന് ദൈവം ലിമിറ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളെയോ വെച്ചിട്ടില്ല. അതിൻ്റെ ഒരു മുൻ ആവശ്യം ഇത്രയേ ഉള്ളൂ: എന്നെ സ്നേഹിക്കണം, പിന്നെന്താണ്? എൻ്റെ കൽപ്പന പാലിക്കണം. അപ്പം എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുക, അത് തന്നെയാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എന്താ ചെയ്യണത്? അപ്പോൾ ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം എന്താ ഉണ്ടാകേണ്ടത്? ഈ 14:21 അനുസരിച്ച് എന്താ പറയുന്നത്? വായിച്ചോളൂ, വായിച്ചേ. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ഈ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഉടമ്പടി. അത് അങ്ങനെയുള്ളവരാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോഴെൻ്റെ പ്രശ്നം വെച്ചാൽ അടുത്ത വചനം എന്താണ്? എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ, ഒന്ന് പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇപ്പൊ കൊച്ചുരഹസ്യമൊക്കെ വന്നിരിക്കുന്നത് എന്താണ്? അവർക്ക് ഭയങ്കര ദൈവസ്നേഹമാണ്, അതുകൊണ്ട് വെളിപാടുണ്ട്. അതുകൊണ്ട് മകളോട് അവൾ പറയണത് എന്താണ്? നീ വിമാനത്ത് അവൾ ഒരു പൂച്ചക്കാലിനെ പോലെ അവിടെ കാണുന്നില്ല, ഫ്ലൈറ്റ് എല്ലാം റദ്ദായി ഇരിക്കണേ, എങ്കിലും നീ അവിടെ തന്നെ നിൽക്ക്. കർത്താവ് എന്നോട് പറയണത് എന്താണ്? 4 മണിക്ക് ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മളവർക്ക് 40 പേരുണ്ടാവുമെന്ന് ഇല്ല, വെറും 3 പേര്. അതിലൊന്ന് ഇവളാണ്. ഇവൾക്ക് വേണ്ടി ആ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ ആ ഒരു അറിവ് ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മനസ്സിലുള്ള അറിവ് എന്ത് ചെയ്ത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ചുമ്മാ എനിക്ക് തോന്നിയതായിരിക്കും അത്. പിന്നെ ഇപ്പോഴല്ലേ ഈ കോവിഡ് കാലത്തല്ലേ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ എന്നെ ഭ്രാന്ത. പിന്നെ ഒരാൾക്ക് വേണ്ടി ഒരു ഫ്ലൈറ്റ് മുഴുവനും അങ്ങോട്ട് ചാർട്ട് ചെയ്യാൻ പോകണം. ഇതൊക്കെ നോൺസെൻസാണ്. അതൊക്കെ ചുമ്മാ എൻ്റെ ഇഷ്ടം കൊണ്ട് അങ്ങ് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചേടത്തി തള്ളിക്കളഞ്ഞില്ല. ചേടത്തി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, നീ അവിടെ തന്നെ വിമാനത്ത് അവിടെ നിൽക്ക്. എന്താണ്? 4 മണിയാകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും. അത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കണതാണ്. എന്ന് വെച്ചാൽ ബൈബിൾ കാലത്ത് പോലും നടക്കാത്ത കാര്യങ്ങളാണ് ദൈവം ഈ ഉടമ്പടിയിലൂടെ ഇക്കാലത്ത് നടക്കണത്. നമുക്ക് ഞെട്ടിപ്പോവും. നിങ്ങളെ കൈവച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നിങ്ങളുടെ രക്ഷയുടെ ഒരു സംവിധാനത്തിലാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ശാസനാപൂർവ്വം സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ബുദ്ധിബോധമില്ലാതെ ആരെങ്കിലും പറയണ കേട്ട് കൊണ്ടുവന്ന് നിങ്ങളെ അപേക്ഷകത്തിന് പോലെ എഴുതിയിട്ടിട്ടുണ്ട്. അവരൊക്കെ റീതിങ്ക് ചെയ്തിട്ട് കറക്റ്റ് ഉടമ്പടിയുടെ ഫോർമാറ്റിൽ വരണം. ഉടമ്പടിക്ക് ആദ്യം എന്താ വേണ്ടത്? ദൈവസ്നേഹമാണ് വേണ്ടത്. ദൈവസ്നേഹമാണ് വേണ്ടത്. ഇപ്പം ദൈവസ്നേഹം ആദ്യമായിട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, ദൈവസ്നേഹമാണോ നിങ്ങളുടെ വ്യക്തികളുടെ സ്നേഹം ഉണ്ടാകും, വസ്തുക്കളോട് സ്നേഹം ഉണ്ടാകും, വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ദൈവസ്നേഹത്തേക്കാൾ കൂടുതലാണോ നിങ്ങളുടെ വിഷയങ്ങളോട് താല്പര്യമെന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യണം. നിങ്ങൾ നോക്കണം. എനിക്ക് വീടില്ല എന്ന് വിചാരിച്ചോ? വീടില്ലെന്ന് വിചാരിച്ചോ? വീട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ചെയ്തത്. അപ്പോൾ നമ്മൾ ഉടനെ ആൾക്കാരെല്ലാം നമ്മൾ സ്ക്രൂ ചെയ്തു. ഉടമ്പടി നമ്മൾ ചെന്ന ഒരു ഉടമ്പടി എടുത്താൽ മതി, പിറ്റേ ദിവസം തന്നെ ലൈഫ് മിഷൻ്റെ വീട് നമുക്ക് അനുവദിക്കും. അപ്പോൾ പഞ്ചായത്തിൽ ഒരു 16-ാം തീയതി ലൈഫ് മിഷൻ്റെ വീടുണ്ടെങ്കിൽ അതിനു വേണ്ടി ചില കാണ്ടാമൃഗം വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 16-ാം തീയതി മഞ്ഞ് ഈ ചില ആൾക്കാർ ദീർഘശ്വാസം വായു വലിക്കണ പോലെ വായു വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ബുദ്ധിയും ബോധമില്ലാത്ത പിശാചുക്കളെ ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാൻ പാടില്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടാൻ വേണ്ടി പിശാചിനെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനേക്കാൾ വലുതാണ് കർത്താവിന് തോന്നണം. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ മകളുടെ കല്യാണം, അല്ല നിങ്ങളുടെ മകളുടെ ഓഫർ ലെറ്റർ, അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മകൾ പറഞ്ഞു, എൻ്റെ അമ്മ ഇതാണ് അമ്മ പറഞ്ഞ ഉടമ്പടി, പിന്നെയും പോയില്ല ഓരോ വിഷയം. പണ്ടെനിക്ക് ഉടമ്പടി എടുക്കുന്ന മുമ്പ് 2 മൊഴിയുടെ പോയുള്ളായിരുന്നു, ഉടമ്പടി എടുത്തപ്പോൾ 3 പോയില്ല, ഇതാണ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി എന്ന് മകൾ നമ്മളെ കയറ്റി കയറുമ്പോൾ നമ്മൾ കാണ്ടാമൃഗം പറഞ്ഞ് കേട്ടിട്ട് ദൈവത്തെ പറഞ്ഞു, ദൈവമേ ഇതാണ് ഉടമ്പടി. പണ്ട് എൻ്റെ മകൾ ഉടമ്പടി എടുക്കാമായിരുന്നു, അപ്പോൾ തമ്മിൽ 2 മൊഴികൾ കിട്ടുമായിരുന്നു, ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ 3 മൊഴികളും പോയി. എൻ്റെ മകളെ, ദൈവം നിൻ്റെ സ്വഭാവം ഇതായത് കാരണം നിൻ്റെ സ്നേഹത്തെ ദൈവം പരീക്ഷിക്കുകയാണ്. അതിനൊരു ബുദ്ധിയും ബോധവും നമുക്കുണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാട്, നയത്തിൻ്റെ പരിപാടികൾ എന്താണ്? ആദ്യം തന്നെ ഈ സംഭവം പരീക്ഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഈ ആത്മീയം ഉള്ളതുപോലെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്താ കാര്യം എന്നാ പറഞ്ഞറിയാമോ? കർത്താവിനോട് പറഞ്ഞുള്ള കാര്യം, നീ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ സംരക്ഷിക്കണം. അത് മണ്ണോട് മണ്ണ് തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പട്ടം കിട്ടി പുറത്ത് വന്നപ്പോൾ കർത്താവ് എന്നോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നിതാ, ജനങ്ങളുടെ നവീകരണം, വിശുദ്ധീകരണം എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളുണ്ട്, അത് മിഷണറി സാഹിത്യമാണ്, മിഷണറി സമ്പ്രദായങ്ങളാണ്, അത് നീ റീക്രിയേറ്റ് ചെയ്യണം, റീജുവിനേറ്റ് ചെയ്യണം. അതിൻ്റെ പുത്തമ്പാനുണ്ട്, അമ്മാനമുണ്ട്, ദേവാസ്തവിളിയുണ്ട്, പിച്ചപ്പാട്ടുണ്ട്, അണ്ണായിപ്പാട്ടുണ്ട്, പരിചമുട്ടുകളിയുണ്ട്, പരിചവീസുകളിയുണ്ട്, ചവിട്ടുകളകുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോയി കിടക്കുകയാണ്, എല്ലാം നീ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അന്ന് പോലെ ഇന്ന് വരെ നിങ്ങൾക്കറിയാമല്ലോ, കൃപാസനം പത്രം ലക്ഷങ്ങൾ വായിക്കുന്ന പത്രങ്ങളാണ്. എല്ലാ പത്രത്തിലും ഉണ്ടാകും സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങൾ, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചവിട്ടുനാടകം ഇവിടെ വൈക്കത്ത് കളിച്ചു, അതിന് മുമ്പ് 1 മാസം ചവിട്ടുനാടകം നമ്മുടെ പട്ടുമലയിൽ കളിച്ചു. എല്ലാ ദിവസവും ഇതുണ്ട്. കാര്യം ഇത് സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളാണ്, മിഷൻ്റെ ഭാഗമാണത്. അപ്പം അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ തിരയും തീരക്കാറ്റും, അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ചവിട്ടുനാടകം, ചരിത്ര നാടകം, അതുപോലെ തന്നെ ഭക്തിപ്രധാനമായ നാടകങ്ങളുണ്ട്, ബിജിന നാടകം, അതുപോലെ തന്നെ ജ്ഞാനസുന്ദരി നാടകം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പുണ്യാളന്മാരുടെ നാടകമുണ്ട്, അതുപോലെ തന്നെ ഗീ വർഗീസ്, വിസ്തസ് ബെസ്റ്റാനോസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ടാണ് ഈ നാടകത്തിന് ജനജീവിതവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തത്? അതാത് കാലത്തുള്ള കാലിക പ്രശ്നങ്ങളെ നാടകത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് എന്തുകൊണ്ടാണ് ഇതിന് സംവേദിക്കാൻ പറ്റാത്തത്? അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ തിരയും തീരക്കാറ്റും എന്നും പറഞ്ഞുകൊണ്ട് 97 നരസിംഹറാവു കടൽ വിറ്റായിരുന്നു. അല്ല, അന്നുകൊണ്ട് തീരപരിപാലന നിയമം വന്നപ്പോൾ ശരിക്കും നമ്മൾ തീരം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പരുവത്തിലായി. പിന്നെ തീരക്കടലിലാണെങ്കിൽ ബോട്ടുകാരൻ ട്രോൾ ചെയ്ത് മത്സ്യത്തൊഴിലാളി, നാടൻ മത്സ്യത്തൊഴിലാളി പട്ടിണിയിലുമായി. അപ്പോൾ ഇതൊക്കെ സംഘർഷം അനുഭവിക്കുന്ന സമയത്ത് ഞാൻ 94 തിരയും തീരക്കാറ്റും എന്ന് പറഞ്ഞ് നാടകം എഴുതി കളിക്കാൻ പോയത്. ഇന്ന് രാത്രി കളിയുണ്ടെങ്കിൽ പകൽ സ്റ്റേജിട്ടപ്പോൾ കുറേ ആശാന്മാർ നാടകം കളിക്കുന്ന ആശാന്മാർ പകൽ ചവിട്ടാട സ്റ്റേജ് ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ സ്റ്റേജിനവിടെ പോയി നിൽക്കുകയാണ്. എല്ലാം ഓരോ മൂവ്മെൻറ്റിനും ഞാനിവിടെ ഉണ്ട്. അപ്പോൾ നിൽക്കുമ്പോൾ ഈ പകൽ 12 മണിക്ക് ഈ ഇട്ട സ്റ്റേജിൻ്റെ പുറത്ത് കയറി ചവിട്ടുനാടക ഈ ആശാന്മാർ ചവിട്ടുകയാണ്. അവർ കവിത്വമെടുത്ത് കലാശം കൊട്ടുകയാണ്. അതിൻ്റെ ഭയങ്കര ഈ താണ്ഡവമായത് കാരണം ചവിട്ടിപ്പൊളിച്ച് ചിലപ്പോൾ അവിടുത്തെ വേദി തന്നെ ഒടിഞ്ഞു വീഴും. അത്രയും ഉഗ്രം ചവിട്ടി അവിടെയാണ്. അപ്പോൾ എനിക്ക് വിറഞ്ഞ് ഞാൻ അപ്പം നിങ്ങൾ എന്നാ പ്രാന്താ കാണിക്കണേ, എനിക്ക് നാണുണ്ടോ, താഴെ ഇറങ്ങി നിന്നേ. അപ്പോൾ പറഞ്ഞ അച്ഛാ, ഇപ്പം പകരി സാധനം ചവിട്ടി നോക്കിയാലുണ്ടല്ലോ, രാത്രി നാടകം കളിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോയാൽ ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ നമ്മൾ നാണം കെട്ടു. അപ്പം ഞാൻ പറഞ്ഞു എന്നാ ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ സംഭവം? സ്റ്റേജ് അവരെന്താ നോക്കണത്? സ്റ്റേജിന് വിസ്താരമുണ്ടോ, സ്റ്റേജിന് പൊക്കമുണ്ടോ, അതൊന്നുമല്ല നോക്കണത്. സ്റ്റേജ് നല്ല കാണാൻ ഭംഗിയാണോ എന്നൊന്നുമല്ല നോക്കണത്. സ്റ്റേജിനെ വിശ്വസിക്കാൻ കൊള്ളാമോ, തട്ടിനെ വിശ്വസിക്കാൻ കൊള്ളാമോ, അതാണ്. ഇസ് ഇറ്റ് റിലയബിൾ? വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം അത് തന്നെ നോക്കണത്. നിൻ്റെ സൗന്ദര്യമോ, നിൻ്റെ ആരോഗ്യമോ, നിൻ്റെ ജോലിയോ, നിൻ്റെ പെൻഷനോ, നിൻ്റെ വസ്തുക്കളോ ഒന്നും നോക്കത്തില്ല. ഈ പണ്ടാരത്തിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? അതാണ് പ്രശ്നം. ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഈ ഒരാളിൻ്റെ അടുത്ത് വന്ന് തലവെച്ചെടുത്തിരിക്കണം, മനസ്സിലായില്ലേ? ഈ ഒരാളിൻ്റെ അടുത്ത് വന്നാൽ നമ്മൾ തലവെച്ചിരിക്കണം ഉടമ്പടിയിൽ. ദൈവം ആദ്യം നോക്കണത് എന്താണ്?
ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ വിശ്വസിക്കാൻ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ബാബു ഫിലിപ്പ് എന്നും പറഞ്ഞൊരുത്തൻ വന്ന് ഉടമ്പടി ചെയ്ത്, പത്തനംതിട്ടക്കാരനാണ്. കക്ഷി കർണാടകയിൽ പോയി റബ്ബർ വെട്ടുകയാണ്. അപ്പോൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയോട് പല ആൾക്കാർ പുള്ളിക്കാരൻ പയ്യന്നൂർ നിൽക്കുന്ന സമയത്ത് 2 പയ്യൻസ് വന്നിട്ട് കൃപാസനം പത്രം കൊടുക്കും. അപ്പോൾ പുള്ളിക്കാരൻ പത്രം വായിക്കും, പുള്ളിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പുള്ളിക്കാരൻ പറയും, മാതാവേ ഞാൻ കർണാടകയിൽ നിൽക്കുകയാണ്, എനിക്ക് ഒന്ന് നിൻ്റെ അടുത്ത് വരാൻ ഒത്തെങ്കിൽ ഭയങ്കര ഭാഗ്യം വരണം. എൻ്റെ ജീവിതം കടങ്ങളുണ്ട്, പിന്നെ എൻ്റെ വരുമാനമൊക്കെ മോശമാണ്, റബ്ബറൊന്നും പാല് തരണില്ല, ആകപ്പാടെ വിഷമമാണെന്നൊക്കെ പക്ഷേ എനിക്ക് വരാൻ പറ്റണില്ല. കാര്യം റബ്ബർ വെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ പോകും? അപ്പോൾ മാർച്ചിലാണ് മറ്റേ വെട്ട് തീരും, മാർച്ചിൽ വെട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് മാർച്ച് കഴിയുമ്പോൾ വരാമെന്ന് മാതാവിനോട് പറഞ്ഞ്, ഞാൻ മാർച്ച് കഴിയുമ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞു ഉടമ്പെടുക്കാൻ വേണ്ടി. പക്ഷേ അമ്മയോട് ഇത് പറഞ്ഞപ്പോൾ അമ്മ എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചിന് മുമ്പ് തന്നെ ഇയാൾക്ക് വരാനുള്ള ഒരു അനുഗ്രഹം കൊടുത്ത്. അപ്പോൾ ഈ റബ്ബർ വെട്ടുകാരന് ആ സഹോദരൻ വന്ന് ഉടമ്പടി ചെയ്ത്. ഉടമ്പടി ചെയ്തപ്പോൾ ഇവ ചെറുതിട്ട് ഒരു വീട്ടിൽ ചെല്ലും. കർണാടകത്തിൽ ഒരു മുതലാളിയുടെ റബ്ബറാണ് വെട്ടണത്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ഇയാളെ സ്വീകരിക്കുകയാണ്. ഇയാളെന്താ പറയണതെന്നറിയാമോ? മകനെ, നീ ഉടമ്പടി എടുത്തപ്പോൾ രക്ഷപ്പെട്ടത് ഞങ്ങളാണ്. അപ്പോൾ ഇയാൾ അന്തം വിട്ടുപോയി. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്നാ പറ്റി? അല്ല, നീ വെട്ടണ റബ്ബർ തോട്ടം വിറ്റുപോയെന്ന് പറഞ്ഞു. കാര്യം ഇവിടെ കണ്ടില്ലേ? അയാൾ ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി കുറച്ചുകൂടി പാല് കിട്ടാൻ വേണ്ടിയാണ് വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. റബ്ബറിന് പാല് കുറവാണ്. അപ്പം ഇത്തിരി പാല് കിട്ടാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഈ ഉടമ്പടിയും ചെയ്ത് അവിടെ ചെന്നപ്പോൾ എന്നാ പറ്റി? ആ പുള്ളിക്കാരൻ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ തോട്ടം വിറ്റുപോയി. വിറ്റുപോയെങ്കിൽ അയാൾ ഉടനെ ഈ മനുഷ്യൻ ഉടനെ പറയുവേ, സാരമില്ല, മാതാവ് എനിക്ക് വേറെ എന്തെങ്കിലും കണ്ടു കാണും, എൻ്റെ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയില്ലേ, അപ്പം അമ്മ എനിക്കെന്തെങ്കിലും കണ്ടു കാണും. അതുകൊണ്ട് ഈ മനുഷ്യൻ എൻ്റെ പേരിൽ നിരാശയോ സങ്കടമോ ഇല്ല. ബുദ്ധിയും പോലും ഇല്ലാത്തവരാണെങ്കിൽ പോയി ഉടമ്പടി എടുത്തപ്പോൾ വിളക്കാന്ന് വെച്ചാൽ പാണ്ടായാലും പറഞ്ഞ് പോയി വേണമെങ്കിൽ 2 സ്മോൾ അടിച്ചിട്ട് ദൈവത്തിന് തെളിവ് പറയും. ഇതാണ് വിഷയം ഇതിനകത്ത് വരണത്. അപ്പോൾ ഇയാൾ ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് നമ്മൾക്ക് ഈ ദൈവികമായ മനസ്സുകൾ വെളിപ്പെടുന്നത് വ്യത്യസ്തമായ കാലാവസ്ഥ കാണിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ കാണാൻ നമുക്കൊരു ബുദ്ധി ഉണ്ടാകണം. ഈ മനുഷ്യൻ വെയിറ്റ് ചെയ്തിട്ട് ഇയാൾ പറയണേ, ഞാൻ ഏതായാലും ഇപ്പം ഞാൻ ഫ്രീ ആയി, എൻ്റെ തോട്ടം പോയല്ല, എൻ്റെ തോട്ടം പോയില്ലേ, അപ്പോൾ ഞാൻ ഫ്രീ ആയി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? 2 മണിക്ക് ഞാൻ എഴുന്നേക്കണാണ്. റബ്ബർ തോട്ടത്തിൽ പോകണമെങ്കിൽ 3 മണിക്ക് എത്തണം, അവിടെ 6 മണിക്ക് മുമ്പ് വെട്ടി തീരണം. അപ്പോൾ ഞാൻ 2 മണിക്ക് എഴുന്നേക്കും. 2 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് വെട്ടാൻ തോട്ടയില്ലല്ല, ഞാൻ കൈവരിച്ച് നിന്നുകൊണ്ട് കൊന്തയിൽ വന്ന്. അതാണ് ഒരു സാഹചര്യത്തെ ആ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന രീതി കണ്ടില്ലേ? ഞാൻ 2 മണിക്കാണ് എഴുന്നേറ്റ് പോകും, കാര്യം ഞാൻ ഇങ്ങനെ പരിചയിച്ച് പോയതാണ്. പക്ഷേ വെട്ടാൻ തോട്ടമില്ല. അത് ഞാൻ കൈവിരിച്ച് വന്നുകൊണ്ട് ജപമാല ചെല്ലും. രാവിലെ ഞാൻ പള്ളിയിൽ പോകും, പക്ഷേ എനിക്ക് പള്ളി അടുത്തൊന്നുമില്ല, ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് കുർബാന കാണാൻ പോകും. അപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ തോട്ടം പോയി, പക്ഷേ ദൈവത്തോടുള്ള ഉടമ്പടി അയാൾ മുടക്കണില്ല. അങ്ങനെ ഒരു ദിവസം വന്ന് പുള്ളി ടൗണിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ്, എടാ എന്താ നീ കറങ്ങി നടക്കണത്, പണിയൊന്നുമില്ലേ? അപ്പോൾ പറഞ്ഞ് എൻ്റെ തോട്ടം വിറ്റുപോയെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നീ വാ, നിനക്ക് 2 തോട്ടം തരാമെന്ന് പറഞ്ഞു. 2 തോട്ടം കൊടുക്കുക തന്നെയില്ല. അയാൾ പറയണത് ഈ മാതാവാണ് എനിക്ക് റബ്ബർ വെട്ടി തന്നതെന്ന്. എന്താ കാര്യം? ഇങ്ങനെ ചറം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവം. അതായത് ഈ മനുഷ്യൻ മറ്റ് റബ്ബർ തോട്ടത്തിൽ കിടന്നിരുന്നെങ്കിലേ അയാൾ നശിച്ചു പോയേനം, വരുമാനം ഇല്ലാതെ. അമ്മയ്ക്ക് ഇയാളെ മാറ്റണം. അതുകൊണ്ട് ഇയാൾ വിറ്റെന്താ? ഇയാൾ പറഞ്ഞത് അവിടെ ചറം കൂടുതൽ കിട്ടണമെന്നാണ് പറഞ്ഞത്. അത് നടക്കാത്ത കാര്യമായതുകൊണ്ട് അമ്മ ഇയാൾ അവിടുന്ന് മാറ്റിയിട്ട് വേറെ തോട്ടം കൊടുത്തിട്ട് 1-ന് 2 തോട്ടം കൊടുത്ത്. ആ സാക്ഷ്യം കേൾക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന ഒരു സാക്ഷ്യങ്ങളുടെ പിന്നിലെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുന്നവർ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, പിന്നെ ശ്രദ്ധയുണ്ടാകണം, പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ പഴയ അഭ്യാസം കാണിച്ച് പണി മേടിക്കരുത്. കാര്യം ദൈവം നോക്കണത് ഈ റബ്ബർ തോട്ടം വിറ്റാൽ, ഇവൻ്റെ റബ്ബർ തോട്ടം വിറ്റാൽ ഇവൻ തിരിച്ചെന്നെ തന്തയ്ക്ക് വിളിക്കുമോ എന്നാണ് ദൈവം നോക്കണത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ചവിട്ട് നോക്കണേ, ചവിട്ട് നടക്കാരൻ പകരം ചവിട്ടത്തില്ലേ, അതുപോലെ ഇത് ഒടിയുവാന്ന് ചവിട്ട് നോക്കും. നിന്നൊക്കെ ആദ്യം കിട്ടാൻ പോണ പണി നീ ഒടിയുവാ ഇല്ലെന്ന് നോക്കത്തുള്ളൂ. അതായത് മിക്കവാറും ഞാൻ ഇന്നലെ കണ്ടിരിക്കേണ്ട 40% ആൾക്കാരും ഉടമ്പടി എടുത്തവർ ആദ്യത്തെ ദൈവത്തിൻ്റെ ചവിട്ടിൽ തന്നെ സാധനം ഒടിഞ്ഞു മാറും.
പിന്നെ പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, ദാനധർമ്മമില്ല, വീട്ടിലാരുടെ മിണ്ടത്തില്ല, ഒരു പരിപാടിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ നമ്മുടെ ഈ റബ്ബർ പലക പോലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കുക, ഇത് വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. ഇതിനെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. നിയമാവർത്തനം 7:9. ഇതുപോലെ തന്നെ നമ്മുടെ 11, 21, 17 വായിച്ചില്ലേ? 17, 21. അതുപോലെ തന്നെ ഉടമ്പടി വചനമാണ് നിയമാവർത്തനം. എത്രയാണ്? 7:9. 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും ആദ്യം തുടങ്ങുന്നത് എന്താണ്? തന്നെ സ്നേഹിക്കുക. അവിടുന്ന് തുടങ്ങണം ഉടമ്പടി. ഉടമ്പടി തുടങ്ങണം എങ്ങനെയാണ്? തന്നെ സ്നേഹിക്കുകയും. ആദ്യം ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ IELTS സ്നേഹിക്കുകയും നിങ്ങളുടെ വസ്തുവിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യണമല്ല. ആദ്യം എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഇവിടെ നിന്ന് ഉടമ്പടി തുടങ്ങണത്. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും അടുത്ത വചനം, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട്, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പം വിശ്വസ്തനായ ദൈവമാണ്. അതായത് ഇതുപോലെ തന്നെയാണ് വിശ്വസ്തത നമുക്ക് വേണ്ടത്. ആ ദൈവം പറയുന്നുണ്ട്. എന്താണ്? കർത്താവ് വിശുദ്ധിയുള്ളവരെ പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ പറയണ പോലെ തന്നെയാണ് ഈ വിശ്വസ്തത. എങ്ങനെയാണ് ദൈവം അളക്കണത്? നമ്മുടെ വിശ്വസ്തത അളക്കണത് ആദ്യമേ തന്നെ തരികിട കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസവും 2ാമത്തെ മാസവും 3ാമത്തെ മാസമൊക്കെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടും പിന്നെ സങ്കടത്തിന് നമ്മൾ ജപ്തി നടപടിക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഉടമ്പടി എടുത്തിട്ടും പിന്നെ ഞാൻ പിന്നെ പരീക്ഷയ്ക്ക് പിന്നെ തോറ്റല്ലോ, ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് താമസിച്ച് എഴുന്നേക്കും. പത്രം കൊടുക്കത്തില്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല, ആക്കാനും വേണ്ടി ഓക്കാനിക്കണ ഒപ്പിച്ചുണ്ടാക്കി കൊടുത്ത് വരുത്തി തീർക്കും. ഇങ്ങനെയുള്ള വാദപ്പനി പരിപാടിയൊക്കെ കാണിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നിങ്ങൾ ഉടമ്പടിയിലല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ദൈവത്തിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് ടെസ്റ്റാണ്, ചവിട്ടി നോക്കുകയാണ്, ഒടിവാൻ നോക്കുകയാണ്. ഞാൻ ഒടിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരട്ടി ചെയ്യണം. കൈയിട്ടിച്ച് കർത്താവ് ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ദൈവസ്നേഹം വേണം. അല്ല, വിശ്വസ്തത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം, അല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്നല്ല ഞാൻ പറയണത്. വിശ്വസ്ത കാണിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. ഉടമ്പടിയിലെ ഗുണം അതാണ്. ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം. ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും. നീ ഇപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ടിട്ടില്ല, നീ ക്രിസ്ത്യാനി അല്ല, ബേസിക്കായിട്ട് അല്ലെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പം സ്നേഹം കാണിച്ചാൽ, ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി, നീ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. സത്യസന്ധമായ ഒരു ഉഴക്ക സ്നേഹം നീ ദൈവത്തോട് കാണിച്ചാൽ നീ നശിച്ചു പോകാൻ. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. 5 എന്നാണ് ആ മോള് തുടങ്ങിയത്. അവളുടെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മയാണ് എൻ്റെ അവൾ പറയുന്നുണ്ട്, അമ്മായിയമ്മയാണ് യഥാർത്ഥ അധികാരി ഉടമ്പടിയുടെ. അങ്ങനെ പറയണത് അനുഗ്രഹത്തിൻ്റെ അധികാരി എൻ്റെ അമ്മായിയമ്മയാണ്. ഞാൻ അവരുടെ മകൻ്റെ ഭാര്യയാണ്. അമ്മ വഴി ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത്. ഞങ്ങൾ 3 പേരും വന്നിട്ടുണ്ട്. അത് രസമാണ് സാക്ഷ്യം. ഇന്നിട്ടിട്ടുണ്ട് രാവിലെ. അതെന്താണ് സംഭവിച്ചത്? പരമേശ്വരി അമ്മ ഒരു നായർ സ്ത്രീയാണ്, സഹോദരിയാണ്, വൈക്കത്തുകാരത്തിയാണ്. അപ്പം അവർ പറയണത്, അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും, എല്ലാ ദിവസവും. ഇപ്പോൾ അവരുടെ പ്രശ്നം ആദ്യം പറയാം.
അവിടെ പ്രശ്നം എന്ന് പറയണത് അവിടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ സ്ത്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട്. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മകന് ഒരു പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിന് അവർ ഒരു കച്ചവടം തുടങ്ങി. പക്ഷെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്തുപോയി. കുടുംബം വെളുത്തോടുകൂടി ഈ ചേച്ചിക്ക് ഇവർ ഭയങ്കര സങ്കടമായി. ഇവർക്ക് ഉറക്കമില്ലാതെ ഇവൾ മരുമകളോട് പറഞ്ഞു, എടി മകളെ, ഇപ്പം കച്ചവടം പൂട്ടാനായല്ല, ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മകനോട് പറഞ്ഞ്, ഭർത്താവിനോട് പറഞ്ഞ്, അമ്മ ഇങ്ങനെ സങ്കടപ്പെടാനല്ല, നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ കൂട്ടുകാരൻ ഇവനെ വിദേശത്ത് കൊണ്ടുപോയി. അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് 6 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി. അപ്പോൾ വിദേശത്ത് പോയെങ്കിൽ ദുബായിലാണ് പോയെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പലിശ പെരുകിക്കൊണ്ടിരിക്കുന്നു. ജോലിയും വരുമാനമൊന്നും ഇല്ല. അപ്പോൾ ഈ കുടുംബം 3 കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകനാണ്. അവന് വരുമാനമില്ല. അവൻ ഇടയ്ക്കിടെ എല്ലാ ദിവസവും വിളിക്കും, അമ്മ ജോലിയൊന്നും ആയില്ല, ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, ജോലിയൊന്നും ആയില്ല. ഇനി ഓരോ ദിവസവും ഓരോ കമ്പനി ഇൻ്റർവ്യൂവിന് പോകും, പക്ഷെ തോക്കും, അവർ വിളിക്കത്തില്ല. അപ്പോൾ അവനവിടെ ലോഡ്ജിൽ താമസിക്കും. അപ്പോൾ അതിൻ്റെ കാശും തീരാനായി. ഇങ്ങനെ ജീവിതം ആകെപ്പാടി അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ ഈ പരമേശ്വരി അമ്മ എപ്പോഴും ഉള്ളിൽ പോയി ഇങ്ങനെ, അവർക്ക് ഉറക്കമില്ല. രാത്രി ഇങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ, ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ. അപ്പം മരുമകൾ പറയും, അമ്മ ഇങ്ങനെ ദൈവങ്ങളെ വിളിക്കണമുണ്ടല്ല, നമ്മളെ സഹായിക്കും, അമ്മ വന്ന് കിടന്ന് ഉറങ്ങ്. പക്ഷെ ഇവർക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല. കുടുംബം പട്ടിണിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വല്ലാത്തൊരു ജീവിതമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന്, ദൈവമേ എനിക്കൊരു മാർഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ഇവർ സ്വപ്നം കാണാം. സ്വപ്നം കണ്ടാ പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ? ഇവർ സ്വപ്നം കാണും. സ്വപ്നം ഇതാണ്, അവരെല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവരുടെ അടുത്ത് 100 മീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പം ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലൂടെ പോവുകയാണ്. പക്ഷേ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലൂടെ പോയിട്ട് നടന്നിട്ടും കുറേ നടക്കാനുണ്ട്. അവർ ആ 100 മീറ്ററൊന്നുമല്ല, 1000 മീറ്റർ നടന്നിട്ട് എത്തണില്ല. അപ്പോൾ ഇവർക്ക് സംശയമായി, ഇതെന്താ ക്ഷേത്രം കാണുന്നില്ലല്ല, എത്തണില്ലല്ല, സ്ഥലത്ത് എത്തണില്ലല്ല, ഇതെന്ത് പറ്റി, നടന്ന് ഞാൻ കുഴഞ്ഞല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവസാനം ഇവർ ക്ഷേത്രം കാണും. ക്ഷേത്രം കാണുമ്പോഴുണ്ട് അവിടെ ബലിത്തറയില്ല, ആൽത്തറയില്ല, ശ്രീകോവിലില്ല, ഒന്നുമില്ല. അപ്പോഴവർ പറഞ്ഞു, ഭഗവാൻ ഇത് എന്താണിത്, ക്ഷേത്രം ഇല്ലല്ലോ ഇവിടെ, അതൊക്കെ മാറ്റിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട്. ആകപ്പാട് നിൽക്കുന്നത് ഒരു ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട്, അതാണ് കാണുന്നത്. ഇതിന് പകരം ഒരു ഗ്രില്ലിട്ട ഹോള്, അതാണ് കാണുന്നത്. അപ്പം നോക്കുമ്പോൾ അപ്പോൾ ഇനി ക്ഷേത്രം മാറ്റിക്കാണുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? മാറ്റുമായിരിക്കും, അധികാരിയോട് മാറ്റുമായിരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ, അപ്പോൾ ഉടനെ ദേവി പരാശക്തി എന്നും പറഞ്ഞൊരു തൊഴും. അപ്പോൾ ഉടനെ ദേവി പറയും, നീ വിഷമിക്കണ്ട, നീ ഉടമ്പടി എടുത്താൽ മതി. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം, വല്ലാത്ത ഒരു സാക്ഷ്യമാണ്. ഈ വർഷം കേട്ടത് ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണ്. ഇവരത് മനസ്സിരിക്കും, പക്ഷേ ഇവർക്ക് അതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലല്ലോ, അറിയത്തില്ല. അപ്പം ബെറ്റി എന്നും പറഞ്ഞ ഇവളുടെ ഒരു പണ്ട് പഠിപ്പിച്ച, ഇവൾക്ക് നിലത്തെഴുത്ത് പഠിപ്പിച്ച ഒരു സ്ത്രീ, ഇവർക്ക് പ്രായമുണ്ടേ, ഈ പരമേശ്വരി അമ്മക്ക് പ്രായമുണ്ട്. ആ ബെറ്റിയുടെ മകളെ എഴുത്ത് തുടങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, ഇവർക്ക് കടവല്ലേ, ഭയങ്കര പങ്കപ്പാടല്ലേ, അവിടെ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിന് ബെറ്റിനെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്, ബെറ്റിയുടെ മോളെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്. ഇപ്പം ബെറ്റിയുടെ പേരക്കിടാവിനെയും കൊണ്ട് ബെറ്റി വരികയാണ് എന്നാണ് ഇവർ ധരിക്കണത്. അപ്പം പറഞ്ഞ്, ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരിക കേട്ടോ. പറഞ്ഞു, നീ എന്തിനാണ് വരണത്, നീ ഇപ്പോൾ ഒന്നും വരണ്ട, എന്താ നമ്മുടെ ഇടം അവളെന്താ അറിയണത്, നല്ല കാലം അവൾ കണ്ടതല്ലേ,
അപ്പോൾ ഇപ്പോഴത്തെ കാലം കണ്ടാൽ അവർക്ക് സങ്കടമാണ് ടീച്ചറിനെ. അപ്പോൾ നീ വരണ്ടെന്ന് പറയും. പിന്നെയും ടീച്ചർ വിളിക്കും. നീ പിന്നെയും ഈ വെറ്റി 2 ദിവസം പിന്നെയും വിളിക്കും, ടീച്ചറെ എനിക്ക് ടീച്ചറിനൊന്ന് കാണണം, നീ ഇപ്പോൾ വരണ്ട, നീ എന്തിനും ഇങ്ങോട്ട് വരണത്, നിൻ്റെ കൊച്ചിനെ എടുത്തു നോക്കിക്കാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉള്ള ടീച്ചർമാരെ കണ്ടിട്ട് എടുത്തു നോക്കിച്ചാൽ മതി, ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരണ്ടെന്ന് പറയും. ഇല്ല ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ബെറ്റി വന്നപ്പോൾ ബെറ്റിനെ ടീച്ചർ അത് സങ്കടമൊന്നും കാണിക്കാതെ വിളിച്ച്, ടീച്ചറെ എങ്ങനെയൊക്കെ പോണ കാര്യങ്ങൾ, മകനെയൊക്കെ ജോലി ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർ പൊട്ടിക്കരയും. അപ്പോൾ ഇവിടെ പറയും, ടീച്ചറെ കൊള്ളാം, എൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചറെ കരയണം, ഞാൻ സങ്കടം പറയുമ്പോൾ ടീച്ചറല്ലേ എന്നെ ആശ്വസിപ്പിക്കണത്, ഇപ്പം ടീച്ചർ കരയണം, ടീച്ചർ കരയാൻ പാടില്ലെന്ന് പറയും. അല്ലടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്, അതിനെന്താ കുഴപ്പം ടീച്ചറെ, ടീച്ചർ ഒന്ന് കലപുരി പോയാൽ മതി കൃപാസനത്തിൽ. അയ്യോ അതെവിടെയാണ്, അവിടെ കൊണ്ടുപോകാൻ ആര് കൊണ്ടുപോകാൻ, ഞാൻ പോകിട്ടില്ലെന്നൊക്കെ പറയും. അല്ല ടീച്ചറെ പോകണ്ട, അവിടെ എന്തൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും. ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇവൾ പറയും. അപ്പോഴും ടീച്ചർ പറഞ്ഞിട്ട് രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ല, അതാണല്ലോ ഇവൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത് അപ്പം തന്നെ മകൻ വിളിക്കും, അമ്മ എല്ലായിടത്തുനിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. ഞാൻ എന്നെ റിജക്റ്റ് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും, എന്നെ ഓഫർ ലെറ്റർ വരാൻ തുടങ്ങിയെന്ന് പറയും. ഇൻ്റർവ്യൂവിന് പോകാം, ഇപ്പോൾ ഏത് എടുക്കണമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും ഞങ്ങൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും. കാര്യം ഇവർ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം ഈ ഗ്രില്ലിട്ട ഈ മാതാവിൻ്റെ സന്നിധാനമാണ്. ഇപ്പം ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇന്നലെ നടന്ന സാക്ഷ്യമാണിത്, ഇന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി അത് കാണണം കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ, ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാതകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക്, ഈ 100 മീറ്ററല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക്, അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചെടി ഉണ്ടാവും അമലോത്ഭ മാതാവിൻ്റെ. ആ കുഞ്ഞു കുരിശടിയിൽ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലോട്ട് പോണത്. ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകണ വഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇതാണ് ഇവർ പറയണത്, അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവല്ലോ, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന. ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും. അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കണത്. ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ക്കെതിരെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോ ദിവസവും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്വപ്നതുല്യമായ വലിയ ദൈവിക ഇടപെടലാണ്. ആ സന്നിധാനത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ നിൽക്കരുത് ദൈവത്തെ. നീ ഉടമ്പടി എടുത്ത് നോക്കട്ടെ എന്ന് പറയരുത്. ദൈവം ആദ്യം അടയാളം കാണിക്കാൻ വേണ്ടി നീ ഉടമ്പടിയിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അറച്ചു നിൽക്കരുത്. ദൈവം അത് എപ്പോഴായാലും നിന്നോട് വിശ്വസ്തത കാണിക്കും. നീ പക്കയായിട്ട് ചവിട്ടിയാൽ ഒടിയാത്ത സ്റ്റേജ് പോലെ റിലയബിളാകാൻ, വിശ്വസ്തയാകാൻ, വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാകാൻ നോക്കാൻ
അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇരിക്കട്ടെ. കേരള സഭ ഇന്ന് വളരെയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി മാറി. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി കേരള സഭ മാറി. അത്രയും ആശങ്കകളും അത്രയും സംഘർഷങ്ങളും സഭയിൽ വന്നു. സഭയുടെ സംരക്ഷണം തന്നെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന് സഭയെ സമർപ്പിക്കണം. നിങ്ങളുടെ ജപമാല പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ രൂപതകളെ സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ ബലമുള്ളവരാണ്. ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ബലം പ്രാപിക്കണ പോലെ വേറെ ഒരു പശ്ചാത്തലത്തിലും ബലം പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം കൂദാശകളെല്ലാം ശക്തമായി അനുഷ്ഠിക്കുകയും സഭാജീവിതം പുനഃക്രമീകരിക്കുകയും സുവിശേഷ സാക്ഷ്യ ജീവിതം, സുവിശേഷ പ്രചാരണ ജീവിതവും എല്ലാം സമഗ്രമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി. അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നല്ല കലിബറുള്ളവരും അതുപോലെ തന്നെ ദൈവത്തിരുസന്നിധിയിലെ നല്ല ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ്യരായ മനുഷ്യരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നതിൻ്റെ കാരണം കേരള സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കെൻ്റെ മനസ്സിൽ പറയണത്, കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു. അത് കരിസ്മാറ്റിക് മുന്നേറ്റക്കാലം അറിയാമല്ലോ, അത് ഏതാണ്ട് 75 മുതലുള്ള മുന്നേറ്റക്കാലമാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഉള്ള ആളാണ്. ഞാൻ 75-ലാണ് സഭയിൽ വന്നത്. ആ കാലം മുതൽ എനിക്കതിൻ്റെ വൈബൊക്കെ അറിയാം. ഇപ്പം ഞാൻ അച്ഛനായിട്ട് തുമ്പോളി പള്ളിയിൽ വരുമ്പോൾ അവിടെ എൻ്റെ മനസ്സിന് സങ്കടപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചു. അവിടെ കിഴക്കേടൻ അച്ഛൻ എന്നും പറഞ്ഞ് അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടൊപ്പന്മാരിൽ ഒരാളായിരുന്നു ഫാദർ എൽക്കൽ കീഴം. പുസ്തകങ്ങളൊക്കെ കൊണ്ട് നല്ല ആധ്യാത്മിക ഗുരുവാണ്. പക്ഷേ അദ്ദേഹം ഒരു ഗ്രോത്ത് റിട്രീറ്റ് അവിടെ മാതാവിൻ്റെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കൂടുന്നുണ്ട്. അപ്പോഴും ഒരു ചേടത്തി സൈഡിലൂടെ വന്ന് തുമ്പോളി മാതാവിനെ ഒരു തിരി കത്തിച്ച്, വേറെ പുറത്തുനിന്ന് വന്നൊരു തീർത്ഥാടകയാണിത്. ഉടനെ ഈ അച്ഛൻ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് ആ തിരുവൈ ഊതിക്കെടുത്ത് എന്ന് പറഞ്ഞു. ആ തിരുവൈ ഊതിക്കെടുത്താൻ പറഞ്ഞു. ഇത് വിഗ്രഹ ആരാധനയാണ്, ഇവിടെ ഒന്നും ഇങ്ങനെ തിരികത്തിച്ചൊന്നുമല്ല മനുഷ്യൻ രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ഇവിടുന്ന് ആളെ വിട്ട് ആ തിരി ഊതിക്കെടുത്തിച്ച്. പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, കരിസ്മാറ്റിക്കാർ ഇതുപോലെ അതിൻ്റെ അകത്ത് ഒരു വിഭാഗം മാതാവിൻ്റെ തിരുസന്നിധിയിലുള്ള തിരികൾ മുഴുവനും കേരളം മൊത്തം ഊതിക്കെടുത്തി കളഞ്ഞു. മാതാവിനെക്കുറിച്ച് സംസാരിക്കാറില്ല അവർ. പിന്നെ KCBC ഇടപെട്ടപ്പോഴാണ് മാതാവിനെക്കുറിച്ച് ക്ലാസ് തന്നെ വെച്ചത്. പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലം വന്നപ്പോൾ പിന്നീട് പിശാച് അതായത് വളരെ വളരെ സൗമ്യമധുരമായ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ച് തട്ടിപ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് പിശാച് ചില സമയത്ത് ഉന്നത സ്ഥാനങ്ങൾ അവർ ഉപയോഗിച്ച് കളയും. ഈ സിസ്റ്റർ ഫൗസ്തീനയുടെ കരുണക്കൊന്ത വന്നത് ആ കാലമാണ്. അതിലൂടെ ഒത്തിരി ആൾക്കാർ വിശുദ്ധീകരിച്ചു. പക്ഷേ എന്ത് പറ്റി, കുടുംബങ്ങളിൽ നിന്ന് ജപമാല പോയി. അതിന് പകരം പല അണ്ണന്മാരും കരുണക്കൊന്ത മാത്രം ചെല്ലാൻ തുടങ്ങി. കരുണക്കൊന്ത ജപമാല മാറ്റി എന്ന് പറയുമ്പോൾ കരുണക്കൊന്ത മാതാവിൻ്റെ അല്ല, അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ പീഡാനുസഹനങ്ങൾ അധികരിച്ചുള്ള ഒരു പേഴ്സണൽ പ്രാർത്ഥനയാണത്. അവിടെ മാതാവില്ല, ജപമാലയില്ല. അപ്പോൾ ഇങ്ങനെ തന്ത്രപരമായ രണ്ട് ആധ്യാത്മികമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ഒത്തിരിയേറെ ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് കേരള സഭയിൽ നിന്ന് മാതാവിനെ എടുത്ത് മാറ്റിക്കളഞ്ഞത്. തന്ത്രപരമായിട്ട് പിശാച് ചെയ്ത പരിപാടിയാണ്. അവസാനം അത് വന്ന് എവിടം വരെ എത്തിയെന്നറിയാവോ? അവസാനം വന്ന് അത് ഈ ഒക്ടോബർ 7-ാം തീയതി എന്ന് പറയുന്നൊരു ദിവസം മാതാവിൻ്റെ ജപമാല തിരുനാളിൻ്റെ ദിവസം തന്നെ ഒരു കാട്ടുജാതിക്കാരൻ്റെ വിഗ്രഹത്തെ
റോമിൽ അൾത്താറെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഭവം മാറി. അത് വിജയമാതാവിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു സംഭവിച്ചത്. ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് മാതാവിനെ എടുത്ത് സഭയിൽ നിന്ന് കളഞ്ഞോടുകൂടി സഭയ്ക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായ കാര്യം, കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാൾ നടത്തി നാടകം കളിക്കാനല്ല. മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലൂടെ ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ അർത്ഥം. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ. ഇപ്പം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നല്ല ഞാൻ പറയണത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി ജീവിതമാണ്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെന്ന് പറയണത് ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ആളായ്മയാണ്. ഈ ആധ്യാത്മിക സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടാണ് അപ്പം തന്നെ നമ്മുടെ വീര്യശക്തി നഷ്ടപ്പെട്ടു പോയി. ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. കണ്ടില്ലേ, ഇപ്പം പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ അറിയാമില്ല, ആ സാക്ഷ്യങ്ങളുടെ റീച്ച് കണ്ട വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് കൃപാസനത്തിൽ അമ്മ ചെയ്യണത്. വിളിച്ചുണർത്തി കൊണ്ടുവന്ന് എവിടെയാണ് അനുഗ്രഹം ഇരിക്കണത്, എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് തൊട്ടടുത്ത് കൊണ്ട് വിളിച്ച് കൈ പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങൾ ഇതൊരു കാലത്തും സംഭവിക്കാത്ത. ഭാഷാപരം ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്. സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. കരിസ്മാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. ഇന്ന് സ്വപ്നം കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരെ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. കാര്യം സ്വപ്നങ്ങൾ അനാദികാലം മുതൽ ഇന്ന് വരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. അത് ഉടമ്പടിയിൽ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഇക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാകാൻ ഒരു കാരണം. പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാവരും ഇപ്പം മാതാവിനെ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ധരിക്കുന്നവരുണ്ട്. ഇറ്റ് ഇസ് നോട്ട് സെൻസ്. നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. ഐസയ്യ നമ്മൾ 9:1 വായിക്കുന്നില്ല, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ കൃപാസനത്താരെ വന്നത് അതല്ല. കൃപാസനത്താരെ വന്നത് സമഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട് 10:8 സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് അവസാന കാലത്ത് പ്രകൃതിയുടെ നിറമായ സിൽവർ ഗൈയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആന്തർദേശീയ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ്. അത് പ്രൈവറ്റായിട്ടൊരു ഒരു വ്യക്തിക്കുള്ള പ്രത്യക്ഷീകരണമല്ല. സഭ ഇത് പഠിക്കണം. എന്താണ് ക്ലോക്ക്, എന്താണ് 10:8, എന്താണ് സിൽവർ ഗ്രേ, എന്താണ് ദുരന്തം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം. അതിനാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്ക് അതാത് കാലത്ത് പ്രാദേശികമോ അന്തർദേശികമായോ വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി ആരാധനയോടെ തിരുസഭയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ഉദരത്തിൽ സിസ്റ്റുള്ളവർ, ഉദ്ദേശം ഓപ്പറേഷൻ കഴിഞ്ഞവർ, ഉദ്ദേശം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക. കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്നും
അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിന് സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കളിക്കുന്ന മുഴയുള്ള വ്യക്തിയെ മകളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ആരാധന ഹല്ലേലൂയ സദയം തുടേടേ സുഖമായിടും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉദരവേദനയുള്ളവർ വയറ് കൈവച്ചുകൊണ്ടും ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ചുകൊണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശ്വാസകോശ രോഗികളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വയറും നെഞ്ചും കഴുകട്ടെ. മാർഗ രോഗങ്ങൾ തീരാവേദികളെ യേശു ക്രിസ്തു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നടുവേദനയുള്ളവരെ, അവന് കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഗർഭാശയ രോഗികളെ, അവന് പീരീഡ്സ് റെഗുലർ അല്ലാത്തവരെ, മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മുടി കൊഴിയുന്നവരെ, ശിരസ് രോഗികളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവരെ മുഖത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അത് ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, ഉദര രോഗികളെ, ശിസ്റ്റുള്ളവരെ, ഗർഭാശയ രോഗികളെ, മക്കളില്ലാത്തവരെ, നടുവേദനക്കാരെ, അതുപോലെ കിഡ്നി രോഗികളെ, കർത്താവ് ശിരസ് രോഗികളെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, മുടി കൊഴിയുന്നവരെ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ കൂടുന്നവരെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലതരത്തിലുള്ള സ്രാവരോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് സ്രാവങ്ങളുള്ളവർ, നിർത്താത്ത ജലദോഷമുള്ളവർ, ശരീരം ചൂടാകുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവർ, രക്തം പോകുന്നവർ, മലവും മൂത്രം അറിയാതെ പോകുന്നവർ, അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് സൂക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, സ്രാവ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അതി ഉരുക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, രക്തസ്രാവ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, അറിയാതെ സ്രാവങ്ങൾ പോകുന്നവരെ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവർ, അങ്ങനെ എല്ലാവിധ സ്രാവങ്ങളെ കർത്താവ്, ജലദോഷമുള്ളവരെയും കർത്താവ്, ഒരു ബ്ലഡ് വന്നാൽ കർത്താവ്, മുറിഞ്ഞാൽ കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന. എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ത്വക്ക് രോഗങ്ങള്, ചിരങ്ങ്, ചൊറികള്, ചുണങ്ങുകള് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അസ്ഥി ഉരുക്കമുള്ളവരെ, അതുപോലെ തന്നെ എല്ലിന് കേടുള്ളവരെ, പൊട്ടലുള്ളവർ,
ഇട്ടിരിക്കുന്നവരെ, സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവരെ, അപകടത്തിൽ പെട്ടുപോയവർ, കിടപ്പിലായിപ്പോയവർ, തളവാദ രോഗികളെ, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ത്വക്ക് രോഗികളെ, അസ്ഥി രോഗികളെ, അസ്ഥി ഒടിഞ്ഞു പോയവരെ, അസ്ഥി കൂടാത്തവരെ, മുറി കൂടാത്തവരെ, രക്തം വാർന്നുകൊണ്ടിരിക്കുന്നവരെ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ രക്തോട്ടം കർത്താവ് രക്തോട്ടം നിലക്കാത്തവരെ യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളം ദൈവശക്തിയെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. തൈറോയിഡിന് അസുഖമുള്ളവരെ, ടോൺസൈറ്റ് അസുഖമുള്ളവരെ, സ്പോണ്ടിലോസിന് അസുഖമുള്ളവരെ, യഥാസ്ഥലങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവല്ല് തിരിഞ്ഞവരെ, കശേരുക്കുകൾ ഇടറിപ്പോയവരെ, കശേരി ഡെവിക്കുന്നവരെ, അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ അസുഖമുള്ളവരെ, ഇടുപ്പ് ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവരെ, അവിടെയെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവെ, പാങ്ക്രിയാസിൻ്റെ രോഗമുള്ളവരെ, ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവരെ, കൈവെക്കാൻ പാടില്ലാത്തവരെ, തളർന്ന കിടപ്പിൽ നടക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ. സൗഖ്യം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, ജോലി ഇല്ലാത്തവരെ, വരുമാന മാർഗം മുട്ടിപ്പോയവരെ, കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവരെ, വലിയ ജപ്തി നടപടി ഭീഷണി നേരിടുന്നവരെ, ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വാങ്ങിക്കാൻ പറ്റാത്തവർ, വെച്ച വീടിൻ്റെ പണി ഇടക്കൊച്ച് നിന്ന് പോയവരെ, മക്കളെ വിദേശത്ത് പോയവർ, അവർക്ക് ജോലിയാകാത്തവർ, ശമ്പളം കിട്ടാത്തവർ, ജയിലിലായി പോയവർ, പരീക്ഷ എഴുതിയവർ, വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻ്റർവ്യൂ ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവരെ, അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബജീവിതത്തിൽ തകർച്ചയുള്ളവർ, വിവാഹം മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ, പിരിഞ്ഞു പോയവർ വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉള്ള കുഞ്ഞുങ്ങൾ രോഗമുള്ളവർ, ഒരു ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch the fire finger, suck with the precious blood, and authority of the Catholic Church, the power of Jesus Christ, with the baptism of the Holy Priesthood, I bless and hallow you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ സത്യാല മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മതാവിൻ്റെ മധ്യസ്ഥയിൽ പൂർണ്ണമായും മാറട്ടെ. ശ്രുതികട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മുട്ടനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ ദിവ്യകാരുണ്യത്തോടെ മൗനമായി പ്രാർത്ഥിക്കുക.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം ദൈവസ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആമേൻ.